ഇത് ആക്ച്വലി മാറേണ്ട ടൈമായി. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് പീസ് ഓഫ് മൈൻഡ് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവാറുള്ളത്? കയ്യിൽ പൈസ ഇല്ലാതെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, പെട്ടെന്നുണ്ടാവുന്ന ഹോസ്പിറ്റൽ കേസിൽ, ബില്ല് പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷന്റെ ഏറ്റവും വലിയ റീസൺ അത് പൈസ ഇല്ലായ്മ തന്നെയാണ്. പ്രോപ്പർ ആയിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും ശരിയായ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കടക്കിണി എന്ന് പറയുന്ന വലിയൊരു ട്രാപ്പാണ്. ഇന്ന് നമ്മുടെ ചുറ്റിലും നോക്കിയാൽ കാണാം, എല്ലാ ആൾക്കാരും ഒരു EMI ട്രാപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ബാങ്കുകളും ഫൈനാൻസ് കമ്പനികളും നമുക്ക് ലോൺ തരാനായിട്ട് റെഡി ആയിരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ വലിയൊരു ട്രാപ്പിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. ശരിയായ രീതിയിൽ പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏത് ലോൺ എടുക്കണം, എങ്ങനെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. മൂന്നാമത്തേത് റിട്ടയർമെന്റ് ലൈഫാണ്. നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണ്. 56-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ കിട്ടിയ പൈസ മൊത്തം മക്കളെ പഠിപ്പിക്കാനും അവരുടെ കല്യാണത്തിനും വീട് പണിയാനും ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. അവസാനം വയസ്സുകാലത്ത് മരുന്നിന് വേണ്ടി പോലും മക്കളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥയാണ്. നമ്മുടെ 20s-ലും 30s-ലും നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മുടെ 50s-ലും 60s-ലും പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന സിറ്റുവേഷൻ വരണം. നിങ്ങളുടെ സേവിങ്സ് ഒരു മരം പോലെ വളർന്ന് നിങ്ങൾക്ക് തണല് തരണം. അങ്ങനെ ആ സമയത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് ഡിസിപ്ലിനോട് കൂടി അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയണം.